Might not be born in Kerala, but I'm an honorary Kerala. ഞാൻ കേരളത്തിൽ ജനിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഒരു മലയാളിയാണ്. And Narendra Modi has come to Kerala and he has not mentioned Sabarimala though. He has not mentioned the word Sabarimala. അതുപോലെ നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ടുണ്ട്, അദ്ദേഹം ശബരിമല എന്നൊരു വാക്ക് കേരളത്തിൽ വന്നിട്ടുണ്ട്. It's not, the word has not even come out of his mouth. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്കേ വന്നിട്ടില്ല. Because he wants to support your chief minister. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം നരേന്ദ്രമോദിക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകേണ്ടത് കൊണ്ടാണ് അദ്ദേഹം ആ വാക്ക് പറയുന്നത്. In any other situation. 5 ദിവസം നീണ്ട 55 മണിക്കൂർ കേന്ദ്ര ഏജൻസികളുടെ മുമ്പിൽ ഒരു ചോദ്യം ചെയ്യൽ, ഒരു ജനപ്രതിനിധിയെ, രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ നേതാവിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാനുള്ള ശ്രമം, വയനാടിന്റെ പ്രിയപ്പെട്ട MP ആയിരുന്ന കാലത്ത് പാർലമെന്റിൽ നിന്നുള്ള പുറത്താക്കൽ, താമസിച്ചിരുന്ന വീട് പോലും പിടിച്ചെടുത്ത് താക്കോൽ വാങ്ങി കൈവശം വെച്ച അധികാരികൾ, ഇതെല്ലാം നേരിട്ട് അനുഭവിച്ച ഒരു മനുഷ്യൻ ഇന്നലെ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് ആഞ്ഞടിച്ചപ്പോൾ കേരള രാഷ്ട്രീയം ശരിക്കൊന്ന് വിറയ്ക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട ആ ചോദ്യങ്ങൾ കേവലം രാഷ്ട്രീയ ആരോപണങ്ങളല്ല, മറിച്ച് പിണറായി വിജയന്റെയും CPM-ന്റെയും ഉറക്കം കെടുത്തുന്ന അസ്ത്രങ്ങളായിരുന്നു. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇതൊക്കെ പിന്നെയും ചീന്തി ജനങ്ങൾക്ക് മുന്നിൽ ഇട്ടത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ രാഷ്ട്രീയ ഉത്തരമുണ്ട്. തന്നെ വേട്ടയാടുന്ന ഇതേ മോദി സർക്കാർ എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേർക്ക് ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല? സ്വർണം കട്ടവരെയോ മാസപ്പടി വിവാദത്തിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളെയോ മകനെയോ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്നില്ല? ഇതിനൊക്കെയുള്ള ഉത്തരം ഒന്ന് മാത്രം, BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാര അഥവാ ആ കുപ്രസിദ്ധമായ ഡീൽ. ഈ ചോദ്യം അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ഓരോ വോട്ടറെയും ഇരുത്തി ചിന്തിപ്പിച്ചു കഴിഞ്ഞു. താൻ നേരിട്ട പീഡനങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് തനിക്ക് നേരെ വന്ന അതേ നിയമ നടപടികൾ എന്തുകൊണ്ട് കേരളത്തിലെ ഭരണാധികാരികൾക്ക് നേരെ വരുന്നില്ല എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ CPM കേന്ദ്രങ്ങൾ വല്ലാതെ വിയർക്കുന്നുണ്ട്. സത്യത്തിൽ കേരളത്തിന്റെ താരപ്രചാരകനായി രാഹുൽ ഗാന്ധി ഈ ദിവസങ്ങളിൽ നിറഞ്ഞാടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇടത് നേതാക്കളുടെയും നെഞ്ചിടിപ്പാണ് കൂടുന്നത്. ഇതിനെ വെറുമൊരു രാഷ്ട്രീയ പ്രസംഗമായി മാത്രം കാണാൻ കഴിയില്ല. ഇത് കൃത്യമായ കണക്കുകൂട്ടലുകളോടെയുള്ള ഒരു പടയോട്ടമാണ്. ഷാഫി പറമ്പിലിനെ തന്നെ തൊട്ടുമുമ്പിൽ നിർത്തി KC വേണുഗോപാലിനെ കൂടെ കൂട്ടി രാഹുൽ ഇന്നലെ നടത്തിയ ആ തുറന്നടിക്കൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മോദിയും പിണറായിയും തമ്മിലുള്ള ആ അദൃശ്യമായ ബന്ധത്തെ ജനമധ്യത്തിൽ വലിച്ചുകീറി ഒട്ടിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ രാഹുൽ ചെയ്തത്. പ്രധാനമന്ത്രി മോദി കേരളത്തിൽ വന്നപ്പോൾ ശബരിമലയെക്കുറിച്ചോ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചോ ഒരക്ഷരം മിണ്ടിയില്ല എന്നത് രാഹുൽ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും വലിയ തെളിവാണ്. അഴിമതിയുടെ കാര്യത്തിൽ ഇവർ എങ്ങനെ ഇത്ര രഹസ്യമായി ഐക്യം കാണിക്കുന്നു എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. രാഹുലിന്റെ ആ ചോദ്യങ്ങളോടുകൂടിയ രംഗങ്ങൾ ഒന്ന് കാണാം. Might not be born in Kerala, but I'm an honorary Kerala. ഞാൻ കേരളത്തിൽ ജനിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഒരു മലയാളിയാണ്. And Narendra Modi has come to Kerala and he has not mentioned Sabarimala though. He has not mentioned the word Sabarimala. അതുപോലെ നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ടുണ്ട്, അദ്ദേഹം ശബരിമല എന്നൊരു വാക്ക് കേരളത്തിൽ വന്നിട്ടുണ്ട്. It's not, the word has not even come out of his mouth. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്കേ വന്നിട്ടില്ല. Because he wants to support your chief minister. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം നരേന്ദ്രമോദിക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകേണ്ടത് കൊണ്ടാണ് അദ്ദേഹം ആ വാക്ക് പറയുന്നത്. In any other situation, he would be talking about God, temples, religion. In this situation, he's suddenly forgotten God, he's forgotten the temple, he's forgotten religion. സാധാരണ മറ്റേത് സാഹചര്യത്തിലാണെങ്കിലും അദ്ദേഹം ദൈവങ്ങളെ കുറിച്ച് പറയും, അമ്പലത്തെ കുറിച്ച് പറയും, മതത്തെ കുറിച്ച് പറയും. പക്ഷെ ഈ സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ദൈവത്തെയും അമ്പലങ്ങളെയും മതത്തെയും എല്ലാം മറന്നുപോയി. Now he wants to support the LDF. ഇപ്പം അദ്ദേഹത്തിന് സംരക്ഷിക്കേണ്ടത്, പിന്തുണ കൊടുക്കേണ്ടത് LDF-നാണ്. Other proof. രണ്ടാമത്തെ തെളിവ്, Anybody who fights BJP, who opposes BJP gets attacked by them. BJP ആര് എതിർക്കുന്നുവോ അവരെ എല്ലായ്പ്പോഴും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. I've got 36 cases against me. എനിക്കെതിരെ 36 കേസുകളാണ് ഉള്ളത്. I'm out on bail. ഇന്ന് ഞാൻ ഇവിടെ ജാമ്യത്തിലാണ് പുറത്തു നിൽക്കുന്നത്. They took away my house. ഞാൻ താമസിച്ചിരുന്ന ഔദ്യോഗിക വസതി അവര് മാറ്റിക്കൊണ്ടുപോയി. They took away my Lok Sabha membership. എന്റെ ലോക്സഭാ അംഗത്വം വരെ അവരില്ലാതാക്കി. Interrogated me for 55 hours over 5 days. 5 ദിവസം കൊണ്ട് തുടർച്ചയായി എന്നെ 55 മണിക്കൂറുകളാണ് അവർ ചോദ്യം ചെയ്തത്. This is what happens to somebody who opposes BJP. BJP എതിർക്കുന്ന ഒരാളുടെ കാര്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. How come your chief minister has not been interrogated? എങ്ങനെയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി ഇതുവരെ ചോദ്യം ചെയ്യാതിരിക്കുന്നത്? How come his children have not been interrogated? അദ്ദേഹത്തിന്റെ മക്കളെ എന്തുകൊണ്ടാണ് ഇതുവരെ ചോദ്യം ചെയ്യാതിരിക്കുന്നത്? How come the ED, CBI, income tax are not after him? എന്തുകൊണ്ടാണ് ED-യും ഇൻകം ടാക്സും CBI
whole of Kerala knows he's corrupt. കേരളത്തിന് മുഴുവൻ അറിയാം കേരളത്തിലെ മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് കേരളത്തിന് മുഴുവൻ അറിയാം. But somehow Narendra Modi is not doing anything about it. പക്ഷേ ഒരു വിധത്തിൽ പറഞ്ഞാൽ നരേന്ദ്രമോദി അതിനെപ്പറ്റി എന്തോ കാരണം കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. So those are the two proofs of why these two leaders are together. ഈ ഞാൻ പറഞ്ഞ രണ്ട് കാരണങ്ങളാണ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഒരുമിച്ചാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. Now you must be meeting left workers often. നിങ്ങളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ നിങ്ങൾ നിരന്തരം കാണുന്നുണ്ടായിരിക്കും അല്ലേ? Some of you, some left workers must be in this crowd listening to me right now. ഈ ജനക്കൂട്ടത്തിനിടയിൽ എന്നെ കേട്ടുകൊണ്ട് ചില ഇടതുപക്ഷ There. Now, my question to them: ഇപ്പൊ അവരോടുള്ള എന്റെ ചോദ്യം ഇതാണ്, how can you call the government of Kerala left government? നിങ്ങൾക്ക് എങ്ങനെ കേരളത്തിലെ ഗവൺമെന്റിനെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ്? First of all, it is partnering with the most right-wing government in the country. ആദ്യമായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലെ ഏറ്റവും തീവ്ര വലതും കേന്ദ്ര ഗവൺമെന്റുമായിട്ടാണ് സന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരോടാണ് കൂട്ടുചേർന്ന് നിൽക്കുന്നത്. And second, there is nothing they have done that is left-wing. അതുപോലെ അത് മാത്രമല്ല, അവര് ചെയ്തതിൽ ഇടതുപക്ഷമായിട്ടുള്ള ഒരു കാര്യവുമില്ല. They don't protect farmers, they don't protect laborers. അവർ കർഷകരെ സംരക്ഷിക്കുന്നില്ല, അവർ തൊഴിലാളികളെ സംരക്ഷിക്കുന്നില്ല. They don't fight the drug menace. അതുപോലെ കേരളത്തിലെ മയക്കുമരുന്ന് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നത്തെ അവർ അതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല. Kerala has become the #1 state for drugs in India. ഇന്ത്യയിലെ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ രാജ്യമായി കേരളം മാറിയിരിക്കുകയാണ്. They have not protected the healthcare infrastructure of the state. കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അവർ സംരക്ഷിച്ചിട്ടില്ല. So how can this be called a left government? അതുകൊണ്ട് അവരെ എങ്ങനെ നമുക്കൊരു ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് വിളിക്കാൻ സാധിക്കും? In fact, their biggest leaders are fighting with the UDF. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് UDF-നൊപ്പം In Kannur, their leaders are fighting, supported by the UDF. കണ്ണൂരിൽ അവരുടെ നേതാക്കൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. And they are saying that they wanted a chief minister, not a king. അവരെന്താണ് പറയുന്നത് അറിയാമോ? അവർക്ക് വേണ്ടത് ഒരു മുഖ്യമന്ത്രിയാണ്, മറിച്ചൊരു രാജാവിനെ അല്ല. I am not saying it. Left front workers and left front leaders are saying it. ഇത് പറയുന്നത് ഞാനല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും ഇടതുപക്ഷ മുന്നണിയിലെ പ്രവർത്തകരുമാണ് ഇത് പറയുന്നത്. The other side, Narendra Modi has signed away India's future in the US deal. മറ്റൊരു വശത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാവി അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിലൂടെ നരേന്ദ്രമോദി എഴുതി നൽകിയിരിക്കുകയാണ്. He's opened Indian agriculture to American agriculture. അമേരിക്കയിലെ കാർഷിക മേഖലയ്ക്ക് ഇന്ത്യയുടെ കാർഷിക മേഖലയെ അദ്ദേഹം തുറന്നു കൊടുത്തിരിക്കുകയാണ്. American farms. Welcome. Say welcome. നമസ്കാരം, സ്വാഗതം. Sorry that he got left behind. താങ്കളെ അദ്ദേഹം അവിടെ പുറകിലായി പോയതിൽ ക്ഷമ ചോദിക്കുന്നു. So he has signed away Indian agriculture to the United States. He's given away our energy security. India can no longer buy oil from whoever we want. ഇന്ത്യയിലെ കാർഷിക മേഖലയെ അമേരിക്കയ്ക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ അമേരിക്കയ്ക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യ ആരിൽ നിന്ന് എണ്ണ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. He has given away Indian data. ഇന്ത്യയുടെ ഡേറ്റ, ഇന്ത്യയുടെ വിവരശേഖരം അദ്ദേഹം നൽകിയിരിക്കുകയാണ്. And he's promised Donald Trump that he will buy 9 lakh crores of American products every year. അതുമാത്രമല്ല, ഡൊണാൾഡ് ട്രംപിന് നരേന്ദ്രമോദി വാഗ്ദാനം നൽകിയിരിക്കുന്നു, ഓരോ വർഷവും അമേരിക്കയിൽ നിന്ന് 9.5 ലക്ഷം കോടിയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വാങ്ങും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുന്നു. Now one question to you. You are intelligent people. When you look at Narendra Modi and you look at Donald Trump, who do you think is the boss? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണ്. നിങ്ങൾ നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപിനെ ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് അവിടുത്തെ ബോസ്? Who do they think? Does Narendra Modi look like Trump's boss or Trump look like Narendra Modi's boss? നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ ട്രംപിനെ കാണുമ്പോൾ നരേന്ദ്രമോദിയുടെ ബോസ് ആണെന്ന് തോന്നുന്നു, അതോ നരേന്ദ്രമോദിയെ കാണുമ്പോൾ
ട്രംപിന്റെ ബോസ് ആണെന്ന് തോന്നുന്നു. Trump is abusing Narendra Modi every day. ട്രംപ് നരേന്ദ്രമോദി എല്ലാ ദിവസവും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 hours he's abusing him. Narendra Modi does not say anything. 24 മണിക്കൂർ ട്രംപ് നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നരേന്ദ്രമോദി തിരിച്ചൊന്നും He is പറയുന്നില്ല. publicly saying that I'll destroy Narendra Modi anytime I want. അദ്ദേഹം എന്നിട്ട് പുറത്തുനിന്ന് പറയുകയാണ് നരേന്ദ്രമോദി ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ നശിപ്പിക്കാമെന്ന് ട്രംപ് പറയുകയാണ്. Trump ordered him, you go to Israel. Within 5 minutes he went to Israel. ട്രംപ് നരേന്ദ്രമോദിക്ക് ഒരു ഓർഡർ കൊടുത്തു, ഇസ്രായേലിൽ വേഗം പൊക്കണം. 5 മിനിറ്റിൽ നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയി. He might be the Prime Minister of India, but his boss is the President of the United States. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ ബോസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ആണ്. Why? Because of Epstein, because of Adani. എന്തുകൊണ്ടാണെന്നറിയാമോ? എപ്സ്റ്റീൻ ഫയലുകൾ കാരണം, അദാനി കാരണം. Donald Trump knows and has the key to Narendra Modi's image. നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ എന്തെന്ന് ഡൊണാൾഡ് ട്രംപിന് അറിയാം. നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയുടെ താക്കോൽ ഇരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിലാണ്. Thousands of crores have been spent in blowing up the balloon called Modi's image. നിങ്ങൾക്കറിയാമോ, ആയിരക്കണക്കിന് കോടി രൂപയാണ് നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ എന്ന് പറയുന്ന ബലൂണിനെ ഊതി വീർപ്പിക്കാൻ വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്. And Donald Trump has the needle in his hand. ആ ഊതി വീർപ്പിച്ച ബലൂണിനെ പൊട്ടിക്കാനുള്ള സൂചി ഇരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിലാണ്. If Donald Trump goes thuk, Narendra Modi goes poof. ഡൊണാൾഡ് ട്രംപ് പോയി ഠക്ക് ഒരു കുത്ത് കൊടുക്കുമ്പോ നരേന്ദ്രമോദി എന്ന ബലൂൺ ഇങ്ങനെ ഉഫ് എന്ന് പുഫ് എന്ന്. Now, I was speaking in Parliament and I was going to talk about Epstein and about Adani and how Adani is actually controlled by the BJP and by Modi and how Adani and Modi are the same thing. ഞാൻ പാർലമെന്റിൽ സംസാരിക്കാൻ പോവുകയായിരുന്നു. ഞാൻ എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ച് സംസാരിക്കാൻ പോവുകയായിരുന്നു. എങ്ങനെയാണ് അദാനി നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത്, അദാനി നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത്, അതുപോലെ ബിജെപിയും അദാനിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഞാൻ പാർലമെന്റിൽ സംസാരിക്കാൻ പോവുകയായിരുന്നു. You know, everybody confuses. They think Adani is separate and Modi is separate. They are the same thing. It's actually Modani. ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാവർക്കും ആശയക്കുഴപ്പമുണ്ട്. എല്ലാവരും വിചാരിക്കും അദാനി ഒരാളാണ്, മോദി മറ്റൊരാളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരല്ല, അവർ ഒരാളാണ്, അവർ മൊദാനിയാണ്. Everything is being given to that fellow. എല്ലാം ആ വ്യക്തിക്ക് മാത്രം കൊടുക്കുകയാണ് ഈ രാജ്യത്തെ. Ports, airports, infrastructure, steel, communication, energy, power, everything. ഈ രാജ്യത്തെ തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഈ അടിസ്ഥാന സൗകര്യ മേഖല, ഈ രാജ്യത്തെ ആശയവിനിമയ ശൃംഖല, ഊർജ്ജ സുരക്ഷ എല്ലാം അദാനിക്ക് നൽകുകയാണ്. So I was going to say this in Parliament. ഞാനിത് പാർലമെന്റിൽ ഉന്നയിക്കാൻ പോവുകയായിരുന്നു. First of all, for 4 hours, the BJP did not let me speak. ആദ്യം നിങ്ങൾക്കറിയണോ, ആദ്യത്തെ 4 മണിക്കൂർ BJP എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല. And after that, you must have seen Narendra Modi ran away from Parliament. അത് കഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നരേന്ദ്രമോദി അതിനുശേഷം പാർലമെന്റിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് ചെയ്തത്. He could not stand in front of me while I was saying these things. ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യം Imagine, afterwards, a new story came out and they said that women MPs were going to attack the Prime Minister. നിങ്ങൾക്കറിയണം, അത് കഴിഞ്ഞ ഒരു പുതിയ കഥയുമായിട്ട് വന്നു. ആ കഥ എന്തായിരുന്നു? പാർലമെന്റിലെ വനിതാ എംപിമാരെ നരേന്ദ്രമോദിയെ ആക്രമിക്കാൻ തയ്യാറെടുക്കായിരുന്ന ഒരു കഥയും കൊണ്ട് അവർ വന്നു. Narendra Modi has SPG sitting with him. Where are women MPs going to attack Narendra Modi? നരേന്ദ്രമോദിയുടെ കൂടെ SPG-കാരിരിക്കുമ്പോ എങ്ങനെയാണ് പാർലമെന്റിലെ വനിതാ എംപിമാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ പോകുന്നത്? In the whole country they said women MPs almost attacked the Prime Minister. രാജ്യം മുഴുവൻ അവർ പറഞ്ഞു നടന്നു, പാർലമെന്റിലെ വനിതാ എംപിമാര് പ്രധാനമന്ത്രി ഏകദേശം ആക്രമിക്കുന്ന അവസ്ഥ വരെ എത്തിയെന്ന് അവർ പറഞ്ഞു. Strange, Prime Minister scared of 6 or 7 women MPs. ഇത് എന്തൊരു വിചിത്രമാണ്. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി 6 or 7 വനിതാ എംപിമാരെ ഓർത്ത് പേടിച്ചിരിക്കുന്നത് എന്തൊരു വിചിത്രമായ ഒരു അവസ്ഥയാണ്. So the same way Donald Trump is controlling Mr. Modi is controlling your chief minister. എങ്ങനെയാണോ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത്, അതേ രീതിയിൽ നരേന്ദ്രമോദി നിങ്ങളുടെ മുഖ്യമന്ത്രിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. If Modi says jump, your chief minister will jump.
നരേന്ദ്രമോദി പറയുകയാണ് ചാടാൻ പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി ചാടിയിരിക്കുന്നു. If he says lie down, the chief minister will lie down. നരേന്ദ്രമോദി കിടക്കാൻ പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി കിടന്നിരിക്കും. If he says give this to Adani, chief minister will give it to Adani. നരേന്ദ്രമോദി പറയാണ് ഇത് അദാനിക്ക് കൊടുക്കാൻ പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി അത് അദാനിക്ക് കൊടുത്തിരിക്കും. Because chief minister knows that his corruption can easily be exposed by the prime minister. കാരണം നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അറിയാം അദ്ദേഹത്തിന്റെ അഴിമതി വളരെ എളുപ്പത്തിൽ പുറത്തു കൊണ്ടുവരാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുമെന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അറിയാം. Now you might ask me, okay, so what is the UDF going to do for Kerala? ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാം ഇതൊക്കെ ശരിയാണ്, പക്ഷേ UDF കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത്? Now we all know that dangerous times are coming. നമുക്ക് എല്ലാവർക്കും അറിയാം അപകടകരമായ ഒരു സമയത്തിൽ കൂടിയാണ് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. You are seeing what is happening in Iran. ഇറാനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. There is war in Iran, there is war in Ukraine. Things are unstable. ഉക്രൈനിൽ യുദ്ധം നടക്കുകയാണ്, ഇറാനിൽ യുദ്ധം നടക്കുകയാണ്. കാര്യങ്ങളൊക്കെ വളരെ അസ്ഥിരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. Our brothers and sisters who used to live in the Middle East are worried. Some of them have come back, others are facing bombs, rockets, missiles over there. നമ്മുടെ മധ്യേഷ്യയിൽ താമസിക്കുന്ന, നമ്മുടെ ഗൾഫിൽ താമസിക്കുന്ന സഹോദരി സഹോദരന്മാർ ഒത്തിരി പേര് വിഷമിച്ചിരിക്കുകയാണ്. കുറച്ചു പേര് തിരിച്ചു വന്നു. അത് മാത്രമല്ല അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ ബോംബുകളും മിസൈലുകളും ഒക്കെ വീണുകൊണ്ടിരിക്കുകയാണ്. Petrol prices are going to rise. It's very clear. നമുക്ക് വളരെ വ്യക്തമാണ് പെട്രോളിന്റെ വില കൂടാൻ പോവുകയാണ്. Things are going to become more expensive. നമുക്ക് കാര്യങ്ങളൊക്കെ ചെലവ് വളരെയധികം കൂടാൻ പോവുകയാണ്. സാധനങ്ങളുടെ വില കൂടാൻ പോവുകയാണ്. Neither Modi nor your chief minister are concerned. ഇതിനെപ്പറ്റി ഒന്നും നരേന്ദ്രമോദിക്കോ നിങ്ങളുടെ മുഖ്യമന്ത്രിക്കോ യാതൊരു ആകുലതയുമില്ല. But the UDF has come out with 5 guarantees. പക്ഷേ ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങൾക്ക് വേണ്ടി 5 ഉറപ്പുകളുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. And the idea behind the five guarantees is to protect the people of Kerala and to help the people of Kerala. ഈ 5 വാഗ്ദാനങ്ങളുടെ പിന്നിലെ ആശയം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ സഹായിക്കുക, കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ആശയം. Now, I was MP here for five years in Wayanad. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഞാൻ വയനാട്ടിലെ 5 വർഷങ്ങൾ ഞാൻ വയനാട്ടിലെ MP ആയിരുന്നു. So I know certain things about Kerala. അതുകൊണ്ട് എനിക്ക് കേരളത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. I know that women run Kerala. എനിക്കറിയാം ഈ കേരളത്തെ നടത്തിക്കൊണ്ട് പോകുന്നത് സ്ത്രീകളാണെന്ന് എനിക്കറിയാം. They are the backbone. They are the backbone of Kerala. കേരളത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത് സ്ത്രീകളാണ്. So the first thing we are going to do is we are going to ensure that every single woman in Kerala travels for free on Kerala state buses. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം കേരളത്തിലെ ഓരോ സ്ത്രീയും കേരളത്തിലെ KSRTC ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യണം. And for every single Keralite girl going to college or university, we are going to give 1,000 rupees per month in our bank account. കേരളത്തിൽ കോളേജിൽ പോകുന്ന, സർവകലാശാലയിൽ പഠിക്കാൻ പോകുന്ന ഓരോ പെൺകുട്ടിക്കും ഓരോ മാസം 1000 രൂപ വീതം We want the women of Kerala to move freely. We want the women of Kerala to succeed and fulfill all their dreams. കേരളത്തിലെ സ്ത്രീകൾ സ്വതന്ത്രരായി സഞ്ചരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ സ്ത്രീകൾ വിജയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ സ്ത്രീകൾ അവരുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Whatever they want to do, whether they want to become engineers, doctors, lawyers, nurses, whether they want to be housewives, whatever they want to do, we want to help them and protect them. അവർക്ക് ഡോക്ടർ ആകണോ, എഞ്ചിനീയർ ആകണോ, വക്കീലാകണോ എന്ന് വേണ്ട, വീട്ടിലിരുന്ന് ജീവിക്കണോ, അവരെ സഹായിക്കണമെന്ന് അവരോടൊപ്പം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Because we know if the women of Kerala are comfortable, if they are protected, then Kerala is safe. കാരണം ഞങ്ങൾക്കറിയാം കേരളത്തിലെ സ്ത്രീകൾ സമാധാനമായി സ്വസ്ഥമായി ജീവിക്കുകയാണെങ്കിൽ, അവർ സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ കേരളം സുരക്ഷിതമാണെന്ന് ഞങ്ങൾക്കറിയാം. For senior citizens, we have committed a new ministry for them that is going to look after them and deal with their issues. കേരളത്തിലെ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും വേണ്ടി അവർക്ക് വേണ്ടി ഒരു പ്രത്യേക മന്ത്രാലയം And we are going to increase their welfare pension to 3,000 rupees. അവരുടെ ക്ഷേമ പെൻഷൻ ഞങ്ങൾ 3000 രൂപയായി. But the most powerful thing we are going to do is the Woman Chandi health insurance. ശക്തമായ കാര്യം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്.
Kerala used to have an excellent healthcare system. കേരളത്തിന് വളരെ മികച്ച ഒരു ആരോഗ്യ സംവിധാനം ഉണ്ടായിരുന്നു. That has been wrecked by the LDF. ആ ആരോഗ്യ സംവിധാനത്തെ LDF ഇല്ലാതാക്കി നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. So we are going to rebuild the healthcare system of Kerala. കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ ഞങ്ങൾ പുനർനിർമ്മിക്കാൻ പോവുകയാണ്. And the way we are going to rebuild it is by guaranteeing every single family in Kerala 25 lakh rupees of health care. കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ ഞങ്ങൾ പുനർനിർമ്മിക്കാൻ പോകുന്നത് കേരളത്തിലെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷാ സംവിധാനം. So no matter what happens, no matter who falls ill in your family, you will always have 25 lakh rupees of medical insurance to treat them. എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ കുടുംബത്തിൽ ആർക്ക് അസുഖം വന്നാലും എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് വേണ്ടി 25 ലക്ഷം രൂപയുടെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം ഈ കേരളത്തിൽ ഉണ്ടാകും. Now, there is widespread unemployment in the country and in Kerala. ഇന്നത്തെ കാലത്ത് ഈ രാജ്യത്തും കേരളത്തിലും വ്യാപകമായ തൊഴിലില്ലായ്മയുണ്ട്. This is a result of the policies of Modi and the policies of your chief minister. ഇതിന്റെ കാരണം ഇത് നരേന്ദ്രമോദിയുടെയും അതുപോലെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെയും നയങ്ങളുടെ കാരണമായിട്ടാണ് ഈ തൊഴിലില്ലായ്മ. Many young people want to be entrepreneurs. They are looking for things to do. They are looking for jobs. ഒരുപാട് ചെറുപ്പക്കാർക്ക് സംരംഭകരാവണം, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അവർക്ക് തൊഴിൽ വേണം. And they don't have access to bank money to start a business. അവർക്കൊരു വ്യവസായം തുടങ്ങാൻ വേണ്ട ബാങ്കിൽ നിന്ന് പലപ്പോഴും പൈസ ലഭ്യമാകുന്ന സാഹചര്യമല്ല ഉള്ളത്. People whose parents are rich can easily get money to start a business. തങ്ങളുടെ മാതാപിതാക്കൾ സമ്പത്തുള്ളവരാണെങ്കിൽ, പൈസ ഉള്ളവരാണെങ്കിൽ ആ കുട്ടികൾക്ക് പൈസ കിട്ടാൻ, ഒരു ബിസിനസ് തുടങ്ങാൻ, വ്യവസായം തുടങ്ങാൻ പൈസ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. But people whose parents are not so well off, maybe are working in jobs, are working as laborers, working as farmers, they cannot get money from the bank. പക്ഷെ സാധാരണക്കാരുടെ മനുഷ്യർക്ക്, തൊഴിലാളികളുടെ മനുഷ്യർക്ക്, കർഷകരുടെ മനുഷ്യർക്കൊക്കെ അവർക്കൊരു ബിസിനസ് സംരംഭം തുടങ്ങാൻ അവർക്ക് പൈസ കിട്ടുന്നത് ഒരിക്കലും എളുപ്പമല്ല. So to help young Keralites start businesses, we are going to guarantee everybody who wants a loan a 5 lakh rupee interest-free loan. അതുകൊണ്ട് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ പലിശരഹിത വായ്പയായി To start your business and to become an entrepreneur and build the business of your dreams. നിങ്ങളുടെ സ്വപ്നത്തിലെ ഒരു വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി, ഒരു സംരംഭകനോ സംരംഭയോ ആകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആ പൈസ ഉറപ്പ് നൽകുന്നത്. This election is an election between two different value systems. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായ മൂല്യ സംഹിതകൾ തമ്മിലുള്ള ഒരു പോരാട്ടം. I said I've got a little experience of Kerala. Now I was MP for 5 years. ഞാൻ നിങ്ങളോട് പറഞ്ഞു 5 വർഷം കേരളത്തിൽ നിന്നൊരു MP ആയിരുന്ന കേരളത്തെ കുറിച്ച് കുറച്ച് അനുഭവം എനിക്കുണ്ടെന്ന് പറഞ്ഞു. And I know for sure that Kerala prefers love over hate. എനിക്ക് ഉറപ്പായും പറയാൻ സാധിക്കും, വിദ്വേഷത്തിന് പകരം കേരളത്തിന് ഇഷ്ടമുള്ളത് സ്നേഹമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. Humility over arrogance. ധാർഷ്ട്യത്തിനേക്കാളും കേരളത്തിന് ഇഷ്ടമുള്ളത് വിനയമാണ്. Happiness over anger. ദേഷ്യത്തിനേക്കാളും കേരളത്തിന് ഇഷ്ടമുള്ളത് സന്തോഷമാണ്. Unity over division. വിഭജനത്തിനുപരിയായി കേരളത്തിന് ഇഷ്ടമുള്ളത് ഐക്യമാണ്. The LDF and their partners, the BJP, divide society. They spread hatred, they spread anger, and they believe in violence. LDF-ഉം അതുപോലെ തന്നെ അവരുടെ പങ്കാളിയായ BJP-യും ഈ സമൂഹത്തെ വിഭജിക്കുന്നതിൽ, സമൂഹത്തിൽ അക്രമവും ഹിംസാത്മകതയും ദ്വേഷവും വരുത്തുന്നതിൽ വിശ്വസിക്കുന്നു. This is not the spirit of Kerala. ഇതല്ല കേരളത്തിന്റെ മൂല്യം, കേരളത്തിന്റെ ആത്മാവ് ഇതല്ല. What are you most famous for? നിങ്ങൾ എന്തിനാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ പ്രസിദ്ധി നേടിയിട്ടുള്ളത്? One of the things that you're most famous for is your nurses that travel to every other country. കേരളം ലോക പ്രസിദ്ധമായത്, കേരളം അറിയപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന്റെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന പ്രവർത്തിക്കുന്ന മലയാളികളായ നഴ്സുമാരുടെ പേരിലാണ്. All across the world you can find nurses from Kerala treating people. ലോകം മുഴുവനുള്ള, ലോകത്തിന്റെ പല ഭാഗത്തും മലയാളികളായ നഴ്സുമാരെ, ആളുകളെ പരിചരിക്കുന്ന നഴ്സുമാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. Why are they so successful? Why are they so appreciated? എന്തുകൊണ്ടാണ് അവർ ഇത്ര വിജയിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഇത്രയധികം അഭിനന്ദിക്കപ്പെടുന്നത്? Anybody can become a skillful nurse. ആർക്ക് വേണമെങ്കിലും
എന്തെങ്കിലും കഴിവുള്ള ഒരു നഴ്സായി മാറാൻ സാധിക്കും. But Kerala nurses carry the spirit of Kerala with them. മാത്രമല്ല മലയാളി നഴ്സുമാർ കേരളത്തിന്റെ ആത്മവീര്യം മൂല്യങ്ങളും അവരോടൊപ്പം കൊണ്ടുനടക്കുന്നു. That is why they appreciate it. അതുകൊണ്ടാണ് അവർ ഇത്രയധികം അഭിനന്ദിക്കപ്പെടുന്നത്. They are appreciated for their humility, അവരുടെ വിനയത്തിന്റെ പേരിൽ അവർ അഭിനന്ദിക്കപ്പെടുന്നു. for their compassion, അവരുടെ സഹാനുഭൂതിയുടെ പേരിൽ, for their respect, അവരുടെ ബഹുമാനത്തിന്റെ പേരിൽ, for their gentleness. അവരുടെ വളരെയധികം ആർദ്രമായ സ്വഭാവത്തിന്റെ പേരിൽ. I'm talking to you right now. My mother is in hospital. I'm comfortable because she's being looked after by Kerala nurses. ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വസ്ഥമായി സമാധാനത്തോടു കൂടി എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് എന്റെ അമ്മ ആശുപത്രിയിലാണ്. പക്ഷേ എന്റെ അമ്മയെ കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർ നന്നായി നോക്കുന്നത് കൊണ്ടാണ്. I know she's being looked after because of the value system that those ladies have. എനിക്കറിയാം എന്റെ അമ്മയെ അവർ നന്നായി നോക്കും. കാരണം അവരുടെ ഉള്ളിലുള്ള മൂല്യത്തിന്റെ പേരിൽ അവരുടെ അമ്മയെ നന്നായി നോക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. And that is the type of government that we want. അങ്ങനത്തെ ഒരു ഗവൺമെന്റാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. Humble government. വിനയാനിതമായ ഒരു ഗവൺമെന്റ്. Government that listens to people. ജനങ്ങളെ കേൾക്കുന്ന ഒരു ഭരണ Respects people. ജനങ്ങളെ ബഹുമാനിക്കുന്ന ഒരു ഭരണ സംവിധാനം. Because we are going to go through tough time. Everybody can see that a storm is coming. നമുക്ക് എല്ലാവരും കാരണം നമ്മൾ എല്ലാവരും ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ കൂടെയാണ് പോകുന്നത്. ഒരു കൊടുങ്കാറ്റ് വരികയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. And division, anger and hatred will not help us in this time. ഈ സമയത്ത് മനുഷ്യരെ വിഭജിക്കുന്നത്, വിദ്വേഷം വരുത്തുന്നത്, ദേഷ്യം ഇതൊന്നും നമ്മളെ ഒരിക്കലും സഹായിക്കാൻ പോകുന്നില്ല. Love, affection, unity will help us. നമ്മളെ സഹായിക്കാൻ പോകുന്നത് സ്നേഹമാണ്. നമ്മളെ സഹായിക്കാൻ പോകുന്നത് ഇഷ്ടമാണ്. നമ്മളെ ഈ സമയത്ത് സഹായിക്കാൻ പോകുന്നത് നമ്മുടെ ഒത്തൊരുമയാണ്. And that is what all your great leaders taught. അതാണ് നിങ്ങളുടെ മഹാന്മാരായ നേതാക്കന്മാരും എല്ലാവരും പറഞ്ഞത്. Narayana Guru taught that only, that do not divide people, appreciate people, be humble, be kind, be gentle. ശ്രീനാരായണ ഗുരു പറഞ്ഞത് അതാണ്. മനുഷ്യരെ വിഭജിക്കരുത്, മനുഷ്യരെ ബഹുമാനിക്കുക, അവരെ അഭിനന്ദിക്കുക, അതുപോലെ അവരോട് ദയയുള്ളവരായിരിക്കുക, സൗഹാർദ്ദമുള്ളവരായിരിക്കുക എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. So, for that reason, please support our candidates, support the UDF. അതുകൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ Support. സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുക. ഐക്യജനാധിപത്യ മുന്നണി Support the spirit of Kerala. കേരളത്തിന്റെ സ്പിരിറ്റിനെ, കേരളത്തിന്റെ ആത്മവീര്യത്തിനെ, കേരളത്തിന്റെ ചൈതന്യത്തെ നിങ്ങൾ പിന്തുണയ്ക്കുക. Spirit of kindness, togetherness, unity. അതുപോലെ ദയയുടെ, ഒത്തൊരുമയുടെ, ഐക്യത്തിന്റെ ആ കേരളത്തിന്റെ മൂല്യത്തെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുക. And I'd like to thank all of you, people of Kerala, because when I was being attacked, most brutally, you protected me and looked after me. ഞാൻ കേരളത്തിലെ ജനങ്ങളെ നിങ്ങളോട് ഒരുപാട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഏറ്റവും ക്രൂരമായ വിധത്തിൽ ഞാൻ ആക്രമിക്കപ്പെട്ടപ്പോൾ എന്റെ ഒപ്പം നിന്നതും എന്നെ സംരക്ഷിച്ചതും This is something I will never forget in my life. എന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഞാൻ മറക്കാത്തൊരു കാര്യമാണ്. And I might not be born in Kerala, but I'm an honorary Kerala. ഞാൻ കേരളത്തിൽ ജനിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഒരു മലയാളിയാണ്. And I will protect your interest in the Lok Sabha, always. നിങ്ങളുടെ എല്ലാ താല്പര്യങ്ങളും ഞാൻ ഇന്ത്യൻ ലോക്സഭയിൽ, ഇന്ത്യൻ പാർലമെന്റിൽ സംരക്ഷിക്കാൻ വേണ്ടി Thank you very much. വളരെയധികം